ഷൂട്ടിന് വന്നു മലൈക്കോട്ടയിൽ ഞാൻ ജോയിൻ ചെയ്തുള്ള കാര്യം എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാവരോടും പറഞ്ഞത് എനിക്ക് ദുബായിൽ ജോലി കിട്ടി, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ 2 ഒട്ടകത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിടാറുണ്ട്. ദുബായ് മരുഭൂമിയിൽ ഞാനിങ്ങനെ ലിജോ സാറിൻ്റെ ഒരു വീട്ടിലൊരു റൂമുണ്ട്. അപ്പോൾ അകത്ത് കയറിയിട്ട് ഇവർ ലോക്ക് ചെയ്തു. ആ റൂമിൽ എങ്ങനെ പോയിട്ട് 2 മണിക്കൂറോളം ചെയ്തു. സ്ക്രിപ്റ്റ് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവം ഇറങ്ങി ഓടണോ, എന്നാലും ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോജ് വരുന്നുണ്ട്, കുറച്ചുകൂടെ ഇത് ഓക്കെ ആണെന്ന് തോന്നി. ഞാൻ എന്നാലും ലിജോ സാറിനെ കാണിക്കാൻ മനോജ് വിട്ടോളെന്ന് വീണ്ടും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിൽ പോയി. പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ എനിക്കും ഒരു ഫാൻ ബോയ് മൂമെന്റിൽ ഞാൻ മാറി വിളിക്കുന്നു, ലാലേട്ടാ എൻ്റെ മോനെ. ഞാനൊന്ന് സ്റ്റക്കായി അവിടെ. അതൊരു LJP മൂവി തന്നെയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ലിജോ സാർ. ഞാൻ ലിജോ സാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാം. ലിജോ സാറിൻ്റെ അടുത്ത് എനിക്കൊരു പേടിയാണ്. സാറിങ്ങനെ നോക്കിയാൽ തന്നെ ഞാൻ ഇങ്ങനെ മാറും. പിന്നെ ലിജോ സാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ സാർ കൊള്ളാന്ന് പറയൂല, നന്നായി ചെയ്തെന്ന് പറയുകയില്ല. കിസ് വയ്ക്കുന്നൊരു സീനുണ്ട് അതിൽ. ആ സീൻ നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്നോ സുനിലേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് സാർ ഫിക്സ് ചെയ്തു, നീ മതി. ഞാൻ അവിടെ നിന്ന് വില്ലേന്ന് ഓടി. അമ്മ ഞാൻ മോഹൻലാലിന്റെ സിനിമയിൽ സെലക്ട് ചെയ്തു വന്നു. എൻ്റെ ബർത്ത്ഡേ ഒരു ഗ്രാൻഡ് ആയിരുന്നു. ലാലേട്ടനാണ്. അയ്യോ അതെനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ബർത്ത്ഡേ കേക്ക് ലാലേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാലേട്ടൻ എനിക്ക് വായിൽ വെച്ച് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ. എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. പിന്നെ ഞാൻ അത് പെർമിഷൻ ചോദിച്ച്, ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ, അതെന്താ മോനെ ഇനി എന്ത് വേണം വിളിച്ചോ എന്നെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. Hello everybody, welcome to Django Space. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള LJP മാജിക്കിൽ ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ്റെ ഇന്ന് റിലീസായിരിക്കുകയാണ്. ആൻഡ് പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിലേക്ക് ഇങ്ങനെ ആർത്തലച്ച് ഫിലിം കാണാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടെ ഇന്ന് സിനിമയിൽ വളരെ പ്രധാന വേഷം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ലെറ്റ് മീ വെൽക്കം മനോജ്. ഹായ് മനോജ്. അപ്പം മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമ കണ്ടവർക്ക് കലങ്ങില്ലായിരിക്കും. നമ്മുടെ ലാലേട്ടൻ്റെ ചിന്നൻ അല്ലെങ്കിൽ ചിന്ന പയ്യൻ എന്ന് വേണമെങ്കിൽ എനിക്ക് മനോജിനെ പറയാം. അപ്പം എങ്ങനെയുണ്ട് മനോജ് ഇപ്പം ഇത്രയും വലിയൊരു സിനിമയിൽ 2 ലെജൻസിന്റെ കൂടെ ഒരു ക്രൂഷ്യൽ റോൾ ചെയ്തിട്ടിരിക്കുകയാണ്? ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ ഇത് കഴിഞ്ഞിട്ട്? ഫസ്റ്റ് ആണ്. അപ്പം പറയൂ, ടെൽ മീ യുവർ തോട്ട്സ്. ഹാപ്പിയാണ്. ഇത്രയും ഒരു വർഷത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇന്ന് ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട്. അപ്പം ആദ്യം തന്നെ ഇത് സ്ക്രീൻ തുറന്നപ്പം തന്നെ ആദ്യം വരുന്നത് തന്നെ ഞാനായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പം തന്നെ. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതെന്നല്ലേ. അപ്പൊ ഇതിന്റെ ഈ പ്രിവ്യൂവും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടായിരുന്നോ, അതോ ഇത് ഫൈനലി ഇപ്പോഴാണോ നിങ്ങളും കാണുന്നത്? നമ്മളോട് മ്യൂസിക്കും ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കാണുന്നത് തിയേറ്ററിൽ നിന്നാണ്. അല്ലാതെ ഞാൻ ഡബിങ് പോർഷനിൽ എൻ്റെ പോർഷൻസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ കഥയായിട്ടുള്ളതും എല്ലാം എനിക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. എങ്കിലും ആസ് എ നോർമൽ ഓഡിയൻ, ഇപ്പം നമ്മളെപ്പോലെയൊക്കെ ഉള്ള ഒരു ഓഡിയൻ ആയിട്ട് ഇന്ന് സിനിമ കണ്ടപ്പോൾ എന്താ തോന്നിയതെന്ന് പറയൂ. ഞാനിതിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ലാലേട്ടൻ എന്തായാലും അത് അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ എനിക്കും ഒരു ഫാൻ ബോയ് മൂമെന്റിൽ ഞാൻ വിളിയും. എൻ്റെ അടുത്ത് സുചിത്രേച്ചി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ സുചിത്രേച്ചി മാറി വിളിക്കുന്നില്ല ലാലേട്ടാ. ഞാൻ വരുന്നത് കഴിഞ്ഞല്ലോ, ആ വർഷം കഴിഞ്ഞ് ലാലേട്ടൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലാലേട്ടാ എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങളുടെ കൂടെ ലാലേട്ടന്റെ സിനിമ കാണാൻ എങ്ങനെയായിരുന്നു പറ്റിയിരുന്നത്? അത് അദ്ദേഹം എവിടെയാണ് ഷൂട്ടിന് പോയിരിക്കുകയാണ്. ഓക്കെ. അപ്പം എന്നാലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവില്ലേ, എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ? അല്ല, അങ്ങനെ അധികമായിട്ട് ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിച്ചു മെസ്സേജ് അയച്ചു. ഓക്കെ, നൗ ലെറ്റ് മീ ആസ്ക്, ഇന്നലെ രാത്രി അതായത് സിനിമ ഇറങ്ങാൻ പോകുന്നതിന്റെ തലേ ദിവസം കിടന്നിട്ട് എങ്ങനെ ഉറക്കം വന്നോ? ഇല്ല, ഉറക്കം വന്നില്ല, അതാണ് സത്യം. കാരണം ഞാൻ ഈ ദിവസങ്ങൾ ഇങ്ങനെ ഓഡിഷൻ ഉണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ കൂടുതൽ വർക്ക് എടുത്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ദിവസം ഇങ്ങനെ ജനുവരി 25 എത്തണ്ടേ, അതിനുവേണ്ടി എല്ലാ വർക്കും എടുത്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ. പിന്നെ റിലീസാവുന്നതിൻ്റെ തലേ ദിവസം സമയം പോകുന്നില്ല. ഇല്ലെങ്കിൽ സാധാരണ സമയം പോകാറാണ് പതിവ്. പിന്നെ സമയം പോകുന്നില്ല. പിന്നെ വെയിറ്റ് ചെയ്ത്
ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓ ഓക്കെ, ഇനിയിപ്പം ഞാൻ സിനിമയിലേക്ക് വരാം. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് ലിജോ സാറ് ഇപ്പം മനോജിനെ കൊണ്ടെത്തിക്കുന്നത് ചിങ്ങനെ? ആദ്യം എനിക്ക് എന്നെ വിളിക്കുന്ന തന്നെ AK വിനോദ് സാറാണ്. അതാണ് എൻ്റെ ആദ്യ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ലിജോ നിന്നെ അന്വേഷിച്ചു, നീ ഒന്ന് ഓഡിഷന് പോകണം, പുതിയ പടമാണ്. അപ്പം ലാലൻ്റെ പടമൊന്നും എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ചെല്ലാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓഡിഷന് പോയി ഒന്ന് നീ അറ്റൻഡ് ചെയ്ത് നോക്കുന്നു. പക്ഷെ എന്നാലും ലിജോ സാറിന്റെ പടമാണെന്ന് കേൾക്കുമ്പോൾ ഒരു ലോട്ടറി മനസ്സിലടിക്കണ്ട. ഉറപ്പായിട്ടും. പക്ഷേ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞത് ക്യാരക്ടർ ബേസ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഫ്ലിപ്സും കാര്യങ്ങളും ചെയ്യുന്നൊരു പയ്യൻ വേണം എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ച സാധാരണ ഏതെങ്കിലും ഒരു സോങ് ഷൂട്ടോ അതിനിടയിൽ ഫ്ലിപ്പ് അടിച്ച് പോകുന്നതോ നോർമലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓക്കെ സാർ ഞാൻ പോവാന്നുള്ള രീതിയിൽ പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും സാറിൻ്റെ വില്ലയിലെത്തി. സാറിനെ കാണാൻ പറ്റിയില്ല, വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് ഞാൻ മനോജ് അകത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഇരുന്നു. അകത്ത് കയറിയ സമയത്ത് ഈ ലൊക്കേഷൻ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മലൈക്കോട്ടയുടെ ലൊക്കേഷൻ ഫോട്ടോസ്, രാജസ്ഥാൻ്റെ ഫോട്ടോസ്, ഈ വേറെ ചെന്നൈ, കോട്ട, അങ്ങനെ 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 കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടർ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും മേളിൽ ലാലേട്ടൻ്റെ ഒരു വലിയ ഫോട്ടോ. ഈ ക്യാരക്ടറിൽ വേഷം കെട്ടിയിട്ടുള്ള ഒരു ഓരോ ക്യാരക്ടർ ഫിക്സ് ആകുമ്പോഴത്തേക്ക് അവിടെ ഫോട്ടോ വയ്ക്കും, നെയിം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചപ്പോൾ ഞാൻ ഇത് ലിജോ സാറാണ്, സിനിമ ഫീൽഡിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ എന്തായാലും അവിടെ കാണുന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ലാലേട്ടൻ്റെ പടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വേറെ ഏതെങ്കിലും സിനിമ എന്ന് വിചാരിച്ചു. ഞാൻ അതിൽ ശ്രദ്ധിച്ചായിരുന്നു വെച്ചാൽ അതിൻ്റെ നടുക്കൊരു പോർഷനിൽ ചിന്ന പയ്യൻ എന്നുള്ള ഒരു ക്യാരക്ടറിൽ ഫോട്ടോ ഇല്ല, നെയിം മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ആയിരിക്കും. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്ന്, പുള്ളിയാണ് എന്നെ ഈ ഡയലോഗ് തന്ന് ഇത് ചെയ്യിപ്പിച്ചു, ഓഡിഷൻ ചെയ്യിപ്പിച്ചു. മനോജ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഈ ഡയലോഗ് കൊണ്ട് നേരെ എന്നെ കൊണ്ടുപോകുന്നൊരു റോഡിലാണ്, ഈ വില്ലയ്ക്കകത്ത് റോഡിൽ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, ഇവിടെ കാളവണ്ടിയുണ്ട്, കാളവണ്ടിക്കകത്ത് ലാലേട്ടൻ കിടക്കുകയാണ്. ഞാൻ ലാലേട്ടനാ? ലാലേട്ടൻ കിടപ്പുണ്ട്. ഇവിടെ ഹരീഷ് പേരടി, സോറി അപ്പം പേര് പറഞ്ഞിട്ടില്ല, ഇവിടെ ഒരാൾ അയ്യനായിരം എന്ന് പറഞ്ഞ ഒരാൾ നിൽപ്പുണ്ട്, ഇത്രയും ക്രൗഡുണ്ട്, മനോജ് ഈ ഡയലോഗ് പറയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എങ്ങനെ പറയും ഞാൻ എന്ന് പറയാ. നമുക്കിത് ആദ്യമായിട്ടാണ് ഓഡിഷന് ഞാൻ പോകുന്നത്. അല്ല മനോജ് ട്രൈ ചെയ്ത് നോക്ക്, ഇത്രയും ക്രൗഡ് നിൽപ്പുണ്ട്, അപ്പോൾ മനോജ് ഈ ഡയലോഗ് പറയണമെന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് തന്നു. ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ ആദ്യം ഞാൻ വരുന്നൊരു ഡയലോഗില്ലേ, ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഡയലോഗ് ഉണ്ട്, അതാണ് ആദ്യത്തെ എൻ്റെ ഡയലോഗ്, എനിക്ക് ഓഡിഷൻ തരുന്ന ഡയലോഗ്. ഇത് പറയണ നമുക്ക് എൻ്റെ പരമാവധി ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല എനിക്ക്. ഇത് വെച്ചാൽ ഡയലോഗ് കുറച്ച് കടുപ്പമാണ്. പിന്നെ ഒരു 2-3 പ്രാവശ്യം നോക്കി, കുഴപ്പമില്ല മനോജ് എന്തായാലും വിട്ടോ, മനോജിനെ വിളിക്കാം, പിന്നെ പറയാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവര് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് ലിജോ സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ഓൾസോ ആ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെയാണ് ഓഡിഷൻ സമയത്ത് പറഞ്ഞത്, വേറെ രീതിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർ പോകാൻ പറഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഫിക്സ് ചെയ്ത്, നമുക്കിത് പറഞ്ഞിട്ടില്ല, നമ്മളെ വിളിക്കൂല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നേരെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് വീണ്ടും കോൾ വന്നു. മനോജ് ഒരിക്കലൂടെ സാറ് വിളിച്ചിട്ടുണ്ട്, മനോജ് വരണം, നമുക്കൊന്ന് ഒരു ദിവസം ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തിട്ട് മനോജ് ഈ ഡയലോഗ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നേരെ എന്നെ കൊണ്ടുപോകുന്നത് അങ്കമാലിയിലേക്കാണ്. അങ്കമാലിയിൽ ലിജോ സാറിൻ്റെ വീട്ടിലേക്കാണ്. ലിജോ സാറിൻ്റെ വീട്ടിൽ പോയി ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെയൊക്കെ എടുത്ത് ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്ന്, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ആ ലിജോ സാറിൻ്റെ ഒരു വീട്ടിലൊരു റൂമുണ്ട്, ആ റൂമിനകത്ത് അകത്ത് കയറിയിട്ട് ഇവർ ലോക്ക് ചെയ്തു ഡയലോഗ് തന്നിട്ട്, മനോജിന് എപ്പോൾ ഓക്കെ ആവണം അപ്പോൾ വിളി വന്നതെന്ന് പറഞ്ഞു. എത്ര നേരം ഇരുന്ന റൂമിനകത്ത്? ആ റൂമിൽ എങ്ങനെ പോയിട്ട് 2 മണിക്കൂറോളം ചെയ്തിരുന്നു. ഞാൻ ഇത് സ്ക്രിപ്റ്റ് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവം ഇറങ്ങി ഓടണോ അല്ല ഇത് എങ്ങനെ ചെയ്യും. എനിക്ക് അതിലുപരി എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മളെ വിശ്വസിച്ച ഒരു കാര്യം അവർ ഏൽപ്പിക്കുകയാണ്, അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യണം. അപ്പം ദൈവം ഇതെങ്ങനെ ചെയ്യും ഞാൻ എന്നിട്ട് വീണ്ടും പറഞ്ഞ് പിന്നെ ഞാൻ ഫ്ലിപ്സ് അടിക്കുന്ന, ഞാൻ ആക്രോബാറ്റിക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ റൂമിൽ തുറന്ന് നേരെ വെളിയിലേക്ക് പോയി, മനോജ് ഓക്കെ ആണോ? ഞാൻ പറയാം സാർ ഓക്കെയാണ്. എന്നാലും ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോജ് 2 ഡയലോഗ് പറയുക, വീണ്ടും ഒരു ഫ്ലിപ്പ് അടിക്കുക, വീണ്ടും ഒരു ഡയലോഗ് പറയുക, വീണ്ടും ഒരു ഫ്ലിപ്പ് അടിക്കുക, ഇതാണ് പ്ലാൻ. ഞാൻ പറഞ്ഞു മനോജ് വരുന്നുണ്ട്, കുറച്ചുകൂടെ എന്ന് വീണ്ടും പറയും. മനോജ് വീണ്ടും വരുന്നുണ്ട്, കുറച്ചുകൂടെ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇത് ഓക്കെ ആണെന്ന് തോന്നി, ഞാൻ എന്തായാലും ലിജോ സാറിനെ കാണിക്കാൻ മനോജ് വിട്ടോളം പറയും. അപ്പോഴും ഇത് ലിജോ സാർ പിന്നെയും കണ്ടില്ല ഈ സംഭവം ചെയ്തപ്പോൾ. ഇതൊക്കെ ഷൂട്ട് സാറ് വരാറില്ല, ഈ ഓഡിഷൻ ടൈമിലൊന്നും സാർ എൻ്റെ തന്നിട്ടില്ല. ലാസ്റ്റ് ഇവിടെ നിന്ന് നേരെ
ഈ ഷൂട്ട് ചെയ്ത സാധനം കൊണ്ട് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് വെക്കോളം പറഞ്ഞു. ഞാൻ അപ്പോഴും വീണ്ടും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിൽ പോയി. നേരെ സാറിനെ കാണിച്ചു, എൻ്റെ അടുത്ത് നേരെ വില്ലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു അല്ല അവിടെ നിന്ന് എന്നെ നേരെ ഇവിടെ നിന്ന് നേരെ എന്നെ ലിജോ സാറിൻ്റെ വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് വില്ലയിലേക്കാണ്. വില്ലയിൽ കൊണ്ടുപോയിട്ട് സാറിനെ കാണിച്ചിട്ട് പറയാം മനോജ് വിട്ടോ, നമുക്ക് മനോജിൻ്റെ കൂടെ പെയറായിട്ട് ചെയ്യുന്നൊരു കുട്ടിയോടുണ്ട്, ആ കുട്ടിയോടെ വന്നിട്ട് നമുക്കൊരു കിസ് വയ്ക്കുന്നൊരു സീനുണ്ട് അതിൽ, ആ സീൻ നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി എന്നാൽ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന സമയത്ത് തന്നെ വീണ്ടും കോൾ പറഞ്ഞു. സുനിലേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് സാർ ഫിക്സ് ചെയ്തു, നീ മതി. അടിപൊളി. അയ്യോ അത് ഞാൻ എങ്ങനെ ഈ ദൈവമേ പിന്നെ വീണ്ടും വിളിക്കാന്ന് പറഞ്ഞു എന്നോട്. അവള് വന്നിട്ട് വീണ്ടും വിളിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വീണ്ടും ആ ഒരു ഇതിൽ ഞാൻ എടുത്ത് കുറെ കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കോൾ വന്നിട്ട് പറഞ്ഞു സാറ് പറഞ്ഞു നീ മതി ഫിക്സ് ചെയ്തേ, മുടിയും താടിയും മീശ എടുത്ത് കളയരുത്. ഞാൻ അവിടെ നിന്ന് വില്ലേന്ന് ഓടി നേരെ ഗേറ്റ് വരെ ഓടി. ആദ്യം അമ്മയെ വിളിച്ച് അമ്മ ഞാൻ മോഹൻലാലിന്റെ സിനിമയിൽ സെലക്ട് ചെയ്തു വന്നു. അപ്പോൾ അത് അന്ന് ആ ദിവസം എൻ്റെ ലൈഫിൽ എന്താ പറയാ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസം എനിക്കതാണ്. പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ദിവസം തുടക്കമല്ലേ. പിന്നെ എക്സാക്ട്ലി. ആൻഡ് ഇപ്പൊ ഈ ഡയലോഗ് പറയുന്നത് ലിജോ സാർ ഇല്ല, ലാലേട്ടനില്ല, ഇവരൊന്നും ഇല്ലാണ്ട് അത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. പിന്നീട് ഈ സംഭവം ലാലേട്ടന് മുമ്പിലും അതേപോലെ അവിടെ ആക്ഷൻ കട്ട് വിളിക്കാനായിട്ട് LJP ഇരിക്കും, ഇവരുടെ മുമ്പിലൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സീൻ അല്ലെങ്കിൽ ഇത് ചെയ്തപ്പോ ഫൈനലി അവരോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്തായിരുന്നു? എനിക്ക് ഇപ്പം എന്തായാലും ലാലേട്ടനുണ്ട്, ലിജോ സാറുണ്ട്, ഇത്രയും ക്രൗഡും ഉണ്ട്. അപ്പൊ അതിൻ്റെതായ പേടി എനിക്കുണ്ട്. സെറ്റിലേക്ക് വരുന്നത് വെച്ചാൽ ഇത്രയും ക്രൗഡ് ഉള്ളതാണ്, നമുക്ക് റീടേക്ക് എപ്പോഴും എടുക്കാൻ പറ്റുക, നമ്മൾ കാരണം അത് ബുദ്ധിമുട്ട് വരാൻ പാടില്ലെന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ ഒരു 2 ടേക്ക് ആയപ്പോൾ തന്നെ ഓക്കെ ആയി. സാർ പറഞ്ഞ സാർ പിന്നെ ലിജോ സാറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ സാർ കൊള്ളാന്ന് പറയൂല. ആണോ? നന്നായി ചെയ്തെന്ന് പറയേയില്ല. ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചത് ഷൂട്ട് പകുതി ആയതിനു ശേഷമാണ് ഞാൻ ലാലേട്ടനോട് ചോദിക്കുന്നത് തന്നെ. അതല്ല ലിജോ സാർ ഇപ്പൊ പറഞ്ഞില്ലേ ലിജോ സാർ കൊള്ളാമെന്ന് പറയത്തില്ലെന്ന്, അപ്പൊ ലാലേട്ടനെ ഡയറക്ട് ചെയ്യുമ്പോ ലിജോ സാർ എങ്ങനെയാണ്? അത് എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. ആ ലാലേട്ടൻ ഓക്കെ ആണെന്നല്ലേ പറയുള്ളൂ. അതെങ്ങനെ പറയാതിരിക്കും? പിന്നെ എന്നോട് അത് പറയൂല. എന്നോട് കുഴപ്പമില്ല കൊള്ളാം അങ്ങനെ തിരികില്ല എന്നെ. പിന്നെ അങ്ങ് ത്രൂ ഔട്ട് അങ്ങ് പോകുന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ്. അപ്പം ലാലേട്ടനോട് ഇപ്പൊ ഈ സിനിമേന്റെ പകുതി ആയപ്പോഴാണ് ചോദിച്ചത്, എന്താ ചോദിച്ചത്? അതിന്റെ ഒരു റിപ്ലൈ എന്തായിരുന്നു? ഞാൻ പതുക്കെ ഇങ്ങനെ എന്നെ എപ്പോഴും ലാലേട്ടൻ വിളിച്ച് അടുത്തിരുത്തി ചെയറിട്ട് ഇരുത്തിപ്പോയി. അപ്പോൾ ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ചുമ്മാ നോർമൽ ടോക്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അണ്ണ ഞാൻ ചെയ്യുന്നത്, ഞാൻ അണ്ണാന്ന് വിളിക്കുന്നത്, അണ്ണാ ഞാൻ ചെയ്യുന്നത് കൊള്ളാമോ? അതെന്താ മോനെ നീ എല്ലാം നല്ല ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ആണോ ഇതാണ് അപ്പൊ നിങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് വിത്ത് ലാലേട്ടൻ? അങ്ങനെയും പറയാം. അതിനുപരി എനിക്ക് ആദ്യം ഞാൻ ലാലേട്ടനെ കാണുന്നൊരു സംഭവമുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനില് രാജസ്ഥാനില് ആദ്യ ദിവസം എനിക്ക് മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ലാലേട്ടൻ അന്നില്ല. അപ്പം അന്ന് എനിക്ക് ലാലേട്ടനെ കാണാനും പറ്റില്ല. പൂജ സമയത്ത് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയുമില്ല. പിറ്റേ ദിവസം ലാലേട്ടോടെ വന്നു. എനിക്ക് നല്ല പനി, എന്നാൽ തണുപ്പ്, നല്ല തണുപ്പാണ്. ഞാൻ അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിക്കുകയാണ്, മനോജ് പെട്ടെന്ന് വാ, ഇവിടെ ലാൽ സാറൊക്കെ വന്ന് നിൽക്കുകയാണ്, നീ ഓടി വാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓടിപ്പോയി പനിച്ചു വരച്ച് നേരെ ഓടുകയാണ്. ഓടിച്ചെന്ന് ഞാൻ കാണുന്നത് ആദ്യം ലാലേട്ടൻ ആ ഇൻട്രൊഡക്ഷൻ സീനിൽ ഒരു കലം പോലത്തെ ഒരു ഇതെടുത്ത് കള്ളു കുടിക്കുന്നുണ്ട്, ഒരു സീനുണ്ട്. ആ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് കാണുന്നത് ലാലേട്ടൻ ആ കാളവണ്ടിയിൽ കാൽമേൽ കാലിട്ട് എങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു വാവ്, ഒരു അമാനുഷ്യമായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. ഞാൻ അപ്പോഴാണ് കാണുന്നത് മേക്കപ്പില് മുടിയും താടിയും മീശയൊക്കെ വെച്ചിട്ട്. എൻ്റെ മോനെ ഞാനൊന്ന് സ്റ്റക്കായി അവിടെ. അപ്പം ലിജോ സാർ വന്നു, ഇതാണ് ചിന്നപ്പയ്യൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന പയ്യൻ എന്നുള്ള, എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കാറൊന്നുമില്ല. എവിടെയാ സ്ഥലം? എത്തിയിട്ടില്ല. ഞാൻ സാറെന്നാണ് അപ്പോൾ വിളിക്കുന്നത്. എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെ?
ഞാൻ പറഞ്ഞു പറമ്പിലാണെന്ന് പറഞ്ഞു. പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ട്രിവാൻഡ്രം കണക്ഷൻ. ലാലേട്ടന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട്. മുടവൻ മുകളിൽ നിന്ന് കുറച്ച് നടന്ന ദൂരമുള്ള എന്റെ വീട്. പറഞ്ഞു നിങ്ങൾ നെയ്ബേഴ്സ് ആണ്. ആ അപ്പൊ പറമ്പെന്ന് പറഞ്ഞപ്പോ തന്നെ മുടവൻ മുകളിലാണോ ചോദിച്ചത്. അതാണ് മുടവൻ മുകളിലാണ്. അല്ലല്ല മുടവൻ മുകളിലാണെന്ന് പറഞ്ഞു. അണ്ണനായതപ്പോഴല്ല മുടവൻ മുകളിലാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ കൊറിയോഗ്രാഫറാണ്. ഓ ഓക്കെ ഓക്കെ അടിപൊളി. പിന്നെ കുറെ കഴിഞ്ഞ ശേഷമാണ് അണ്ണനായത്. അത് ആ ഒരു ട്രിവാൻഡ്രം കണക്ഷൻ വെച്ചിട്ടാണോ പിന്നീട് ആ ഒരു ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ കേട്ടില്ല മൂവിയിൽ ഞാൻ അണ്ണാന്നാണല്ലോ വിളിക്കുന്നത്. പിന്നെ ഞാൻ അത് പെർമിഷൻ ചോദിച്ചു, ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ. അതെന്താ മോനെ ഇനി എന്ത് വേണം വിളിച്ചോ എന്നെ. അങ്ങനെ അത് ആക്ച്വലി ഒരു പ്രിവിലേജ് ആയിട്ട് വേണമെങ്കിൽ കാണാം അല്ലേ. അപ്പം ഇപ്പൊ നിങ്ങൾ ഈ ലാലേട്ടൻ അവിടെ എന്താ പറമ്പ് അല്ലേ, പറമ്പിക്കോവിൽ എന്ന് പറയും. പറമ്പിക്കോവിൽ. ഓ ഇത് നിങ്ങളെ തിരുവനന്തപുരം പൈലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലേ അവർക്ക് ഇത് പറയാം. ഓക്കെ. അപ്പം ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ വിച്ച് യു ക്യാൻ റിലേറ്റ് ബിക്കോസ് നിങ്ങൾ രണ്ടാളും ഒരു സെയിം സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വരാറുണ്ടോ അണ്ണ ഇപ്പൊ ഇവിടെ. അണ്ണൻ ഞാൻ ലാസ്റ്റായിട്ട് കാണുന്നത് തന്നെ മുന്നേ ഇലക്ഷന് വോട്ടിടാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അങ്ങനെ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റി, ചെറുതായിട്ട് കണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ പിന്നെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരാറുണ്ട്, അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. പണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ടോ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. എന്തായാലും അന്ന് ആ ഇലക്ഷൻ ആ ക്രൗഡിന്റെ ഇടയിൽ ഒരു ഗ്ലാൻസ് കണ്ടപ്പോ ഇത്രയും അടുത്തിരുന്ന ഒരു സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. അതാണ് വേറെ ലൈഫ് ടേക്സസ് അല്ലേ, നമുക്ക് പറയാനേ പറ്റത്തില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് കഥ ആയിട്ട് വളരെ നല്ല ബ്യൂട്ടിഫുൾ കെമിസ്ട്രിയാണ് ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോഴും. ഇപ്പൊ ഓഡിഷന്റെ കാര്യം പറഞ്ഞപ്പോ പറയണ്ടായി ഒരു കുട്ടി വരാനുണ്ട്, ഒരു കിസ് സീൻ ചെയ്യാനുണ്ടെന്ന്. അപ്പം രണ്ടാമത്തെ സിനിമയാണ് എന്ന് പറയണ്ടായിരുന്നു. ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ്? അതായത് കിസ്സിനൊക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഓഡിഷൻ സെലക്ട് ആയതിനു ശേഷം ഒരു 7 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കുക്കു പരമേശ്വരൻ മാമാണ് എടുത്തത് നമുക്ക് വർക്ക്ഷോപ്പ്. അപ്പം മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ക്യാരക്ടേഴ്സ്, നമുക്ക് സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചിരുന്ന തന്നെ മാമാണ്. അപ്പം മാം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, ഇതാണ് കഥ. അപ്പോഴാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഹലോ എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് തന്നെ. പിന്നെ ക്യാരക്ടർ നമ്മളെ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കുറച്ചുകൂടെ കണക്റ്റ് ആയതിനു ശേഷം പിന്നെ ജമന്തി എന്നായി. ഞാൻ അവളെ വിളിക്കുന്നത് ജമന്തി എന്നാണ്, അവളെ എന്നെ വിളിക്കുന്നത് ചിന്ന എന്നാണ്. നമ്പർ വരെ സേവ് ജമന്തി എന്നാണ്. അങ്ങനെയായി. പിന്നെ ഞാൻ എന്ത് സംസാരിച്ചാലും എന്തിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞാലും എവിടെ പോയാലും ജമന്തി വാ, ജമന്തി എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ത്രൂ ഔട്ട് അങ്ങനെ ചെയ്തു പോയെന്നുള്ളതാണ്. അങ്ങനെയാണ് പയ്യെ നിങ്ങൾ പതുക്കെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തത്. അതെ അതെ. ഈ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാരുടെയൊക്കെ ഒരുപാട് റിവ്യൂസ് ഞാൻ വായിച്ചു. ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ട്. അതായത് ഈ ഫിലിം ഒരു LGP ഡ്രാമ പോലെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിരിക്കുന്ന ഫിലിമാണ്. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്രെയിം ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ. എന്താണ് അതിനെ പറ്റിയിട്ട് മനോജിന് പറയാനുള്ളത്? ഞാൻ സിനിമയിൽ ആദ്യമായിട്ടാണ്, അപ്പം അതിനെപ്പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് പറയാൻ പറ്റൂല. അതൊരു LGP മൂവി തന്നെയാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ ഫീൽഡിൽ ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ എനിക്കതിനെപ്പറ്റി ജഡ്ജ് ചെയ്യാനോ അതിനൊന്നും അവകാശമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു LGP മൂവിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. എന്നുവെച്ചാൽ ഒരു വിഷ്വൽ ട്രീറ്റാണത്. അപ്പോൾ അങ്ങനെ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഇതിൻ്റെ സെറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു കഴിഞ്ഞ സമ്മർ ടൈമായിരുന്നു. ഞാൻ ഒരു പ്രോഗ്രാം റിലേറ്റ് ചെയ്ത് ഞാൻ രാജസ്ഥാനിൽ ചെന്നപ്പം അവിടെ നമ്മളിങ്ങനെ അറിഞ്ഞു മലൈക്കോട്ടെ വാലിബൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ വയനാട്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന്. എൻ്റെ മോനെ ഞങ്ങളാണെങ്കിൽ സിറ്റിയിൽ നിന്ന് മാറി ഈ റൂട്ടിലേക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേ ദൂരെ ഇങ്ങനെ പോയി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വട്ട് കേസ് ഒരു ഓട്ടോറിക്ഷ ചേട്ടനായിരുന്നു. പുള്ളിതാ ഇങ്ങനെ കൈയൊക്കെ വിട്ട് ഓട്ടോ ഓടിക്കുന്നു. ആ റൂട്ടിലെങ്കിൽ ഒറ്റ മനുഷ്യനില്ല. ഞങ്ങളിങ്ങനെ ഇവിടെയും ബ്രൗൺ കളർ കാർഡ്, ഇവിടെയും ബ്രൗൺ കളർ കാർഡ്, ആരും ഇല്ല റൂട്ടിൽ. ലിറ്ററലി ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. പോയി അങ്ങ് ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു വലിയ കോട്ടവാതിൽ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്? അതല്ലേ, അതാണ് പറഞ്ഞ അത്രത്തോളം. അതല്ല, ഇതിവിടെ നമുക്ക് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പടമേ അല്ല അത്. അത് ആ സ്ഥലത്ത് തന്നെ ചെയ്യണം. അങ്ങനത്തെ ഒരു
ആ വിഷ്വൽ ഇത്രയും എല്ലാവരും പറഞ്ഞു വിഷ്വൽ അടിപൊളിയായിരുന്നു. ആ വിഷ്വൽ അടിപൊളിയാവാൻ കാരണം തന്നെ ആ സ്ഥലമാണ്. അപ്പം അത് അവിടെ അത്രയും സെറ്റ് ഇട്ട് അത്രയും 500-500 മേളിൽ ആൾക്കാരുണ്ട് നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്ന്. ആർട്ട് വർക്ക്, പ്രൊഡക്ഷൻ, അങ്ങനെ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംമാരുണ്ടായിരുന്നു. അത് അത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം ആർട്ട് വർക്കില്ല അവരാണ്. ആണ്. ഉറപ്പായിട്ടും അടിപൊളി. അപ്പം ഇത്രയും ഇപ്പം ഏകദേശം 3-3.5 മാസത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ മാത്രം, അപ്പൊ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ടാവുമല്ലോ ഇതിന്റെ ഇത്രയും നാൾ. അപ്പം ഇത്രയും തണുപ്പുള്ള സമയത്തൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കുറേ രസകരമായിട്ടുള്ള മെമ്മറീസും അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്തൊക്കെ മൊമെന്റ്സ് ആണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെയായിരുന്നു. വെച്ചാൽ ഈ നമ്മൾ ഷൂട്ട് തുടങ്ങിയ സമയം തൊട്ടൊരു 2 മാസത്തോളം ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് ഈ ടേക്ക് പറയുമ്പോഴും വന്ന് ആക്ഷന് മുന്നേ നമ്മളിങ്ങനെ റെഡി മനോജ് റെഡി എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സില്ല. ഞാനും ലാലേട്ടനൊക്കെ സെയിമാണ്. പക്ഷെ ലാലേട്ടൻ കല്ലുപോലെ നിൽക്കും. എൻ്റെ മോനെ നമുക്ക് ആ കള്ളെടുത്ത് ഇങ്ങനെ കുടിക്കുന്ന ഒരു സീനില്ലേ, നമുക്ക് ഇച്ചിരി വെള്ളം ദേഹത്ത് വീണാൽ തന്നെ നമുക്ക് ദേഹം ഒരുമാതിരിയാവും. അത്രയ്ക്ക് തണുപ്പ്. രാവിലെ ഒരു 10 മണി 11 മണി ആയാൽ പോലും തണുപ്പാണ്. പക്ഷെ പുള്ളി കൂളായിട്ട് അങ്ങ് എടുത്ത് വീഴ്ത്തയാണ്. ദേഹം ഫുള്ളിങ്ങ് നനഞ്ഞ് നിൽക്കുകയാണ്, എന്നാലും പുള്ളി ഇങ്ങനെ നിൽക്കും. ഒരു രക്ഷയില്ല ലാലേട്ടൻ. ഒക്കെ ഞാൻ ഇങ്ങനെ ഞാൻ അതിന് മുന്നേ ഇപ്പം സാറ് ആക്ഷൻ പറഞ്ഞതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് നിൽക്കണത്. അത്രയ്ക്ക് തണുപ്പാണ്. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കോസ്റ്റ്യൂമിൽ നിന്ന് ഒരാൾ വരും, നമുക്ക് സ്വെറ്റേഴ്സും കൊണ്ട് തരും, നമ്മളിങ്ങനെ നിൽക്കും. ലാലേട്ടനൊക്കെ കൂളായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇതിന്റെ രാത്രിത്തെ ഷോട്ട്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? രാത്രി അതിനെക്കാളും ഭയങ്കരമാണ്, പറയേ വേണ്ട. ആ കഥയുടെ സീൻ അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സീനൊക്കെ ഇല്ലേ, അത് കഥ കുളിച്ചിറങ്ങി വരുന്നതാണ്. അപ്പൊ എന്താണ് ദേഹം നനഞ്ഞിരിക്കണം. ആ തണുപ്പത്ത് അയ്യോ പാവം. അത് ആ വിളക്കും പിടിച്ചിട്ട് ഇങ്ങനെ തുറന്നിട്ട് കള്ളക്കറുമ്പ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ നനഞ്ഞിട്ടാണ്, ഫുൾ നനവാണ്. ആ നനവിലാണ് ഫുൾ പെർഫോം ചെയ്തേക്കുന്നത്. ആക്ഷൻ പറയുമ്പോൾ മാത്രമാണ് കഥ ഇങ്ങനെ നിൽക്കുന്നത്. കട്ട് പറഞ്ഞാൽ പിന്നെ ഓടി നേരം അകത്തേക്ക് പോകും. ഇപ്പൊ ഈ കള്ളക്കറുമ്പാന്ന് സിനിമയില് വിളിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ചില ഫിലിംസിലെ ഇങ്ങനത്തെ പേരുകളൊക്കെ കേൾക്കുമ്പം അതിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആയിട്ട് ചില ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം ഇൻ റിയൽ ലൈഫ് നമ്മൾ അങ്ങനത്തെ വിളികളോ കാര്യങ്ങളോ ഒന്നും എന്റർടൈൻ ചെയ്യിക്കാറില്ല. അപ്പം വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ഇങ്ങനത്തെ ഒരു ചർച്ചകളൊക്കെ വരുമോ എന്നുള്ളൊരു ചിന്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അതായത് ഫിലിമിൽ അങ്ങനെ ഒരു പേര് വന്നതിനെ ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിന്റെ ഒരു ഇതായിരിക്കാം, അങ്ങനെ നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഒരു നാടോടി ലുക്കാണ്, ഒരു ഡാർക്ക് ഫേസ് ആണ് എൻ്റെ, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇത് പോകുന്നത്. അപ്പം തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എടാ കള്ളക്കറുമ്പ എന്നുള്ള രീതിയിൽ വിളിച്ചതായിരിക്കാം. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും ഇപ്പം സിനിമയിൽ ഇപ്പം ചില കോമഡികളൊക്കെ അത് ആ രീതി വരുമ്പോൾ അത് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ഇപ്പോഴത്തെ ചില ഇത് വെച്ചിട്ട് ഒരു റിവ്യൂ സിസ്റ്റം വെച്ചിട്ട് ഐ വുഡ് സേ ആൾക്കാർ എന്ത് ചെറിയ ഒരു കോമഡിയോ ഒരു ഇതോ ഉണ്ടെങ്കിൽ അതിനിങ്ങനെ കീറി മുറിച്ച് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ലൂസായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ മനോജിന്? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ജസ്റ്റ് നമ്മൾ കണ്ട് കളയുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഇനി വിവരിക്കാതെ ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റാർട്ടിങ് ആണ്. അപ്പം അതൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല. നമ്മൾ അടുത്ത ഘട്ടം എന്നാണ്, അടുത്ത നമ്മളെ ജോലി എന്നാണ്, അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ ഇതേപോലെ അടുത്ത ഘട്ടത്തിലേക്കുള്ളതെന്ന പോലെ ഏതെങ്കിലും ഫിലിംസിലേക്ക് ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഒരു ഗ്രാൻഡ് ആയിരുന്നു. ലാലേട്ടനാണ്. അയ്യോ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മലൈക്കോട്ടെ ഇറങ്ങട്ടെ എന്നുള്ള ഒരു ഇത് കാരണം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത മൂവി ചെയ്യാന്നുള്ളതായിരുന്നു. ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. തുടക്കമല്ലേ, അതുകൊണ്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ ബർത്ത്ഡേയിലെ കേക്ക് കട്ടിങ് വീഡിയോ ഒക്കെ അത്യാവശ്യം വൈറലായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ലാലേട്ടൻ അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ഉണ്ടാവുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പീസ് ഓഫ് സ്വീറ്റ് നമുക്ക് അന്നത്തെ ദിവസം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ ഡിഡ് യു ഫീൽ ആ ഒരു സമയത്തൊക്കെ? ബർത്ത്ഡേ ഞാൻ ഈ ഷൂട്ടിന് വന്നു മലൈക്കോട്ടയിൽ ഞാൻ ജോയിൻ ചെയ്തുള്ള കാര്യം എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്ലാതെ ആർക്കും അറിഞ്ഞൂടാ. ഇത് ഇറങ്ങുന്നവരെ ആർക്കും അറിഞ്ഞൂടാ, ഒരു മനുഷ്യർക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അത്
അത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബർത്ത്ഡേ അന്ന് ഇത് പൊട്ടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ബർത്ത്ഡേ അന്ന് കേക്ക് ലാലേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ എന്നുവെച്ചാൽ എല്ലാവരുടെ സെറ്റിലും അവിടെ രണ്ടു മൂന്ന് ആൾക്കാർ ബർത്ത്ഡേ അവിടെ തന്നെ ആഘോഷിച്ചായിരുന്നു എനിക്ക് മുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് മനോജിൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ പിന്നെ അപ്പോൾ ലാലേട്ടൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ലാലേട്ടൻ ഞാൻ കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാലേട്ടൻ എനിക്ക് വായിൽ വെച്ച് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ എന്നിട്ട് കൺഗ്രാറ്റ്സ് സോറി ഹാപ്പി ബർത്ത്ഡേ നന്നായിട്ട് പോട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്തായിരുന്നു. അയ്യോ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം മനോജ്, ഇതിനകത്ത് ചിന്നൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരുപാട് ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി വേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ലൈക്ക് അത് കുറച്ചും കൂടെ ലൈറ്റ് ആയിരുന്നു, ബിക്കോസ് യു ആർ എ കൊറിയോഗ്രാഫർ. അല്ല, എൻ്റെ ഫിസിക്ക് കണ്ടിട്ടാണ് സാർ എന്നെ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ഫിസിക്ക് ഞാൻ പിന്നെ ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നും ഇങ്ങനെ എടുക്കാറില്ല. ദിവസം വർക്കൗട്ട് ചെയ്യും ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്കത് ഈസി ആയിരുന്നു. ഇപ്പൊ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് മനോജിന് അത് ഈസിയാണ്. പക്ഷെ ഇത്രയും ഒരു ഭയങ്കര ഒരു പിവറ്റൽ റോളാണ്, അതായത് ഈ സിനിമയിലെ ഒരു ചരട് വലിക്കാനും കൽപ്പുള്ള ഒരു കഥാപാത്രമാണ് ചിന്നപ്പയ്യൻ എന്ന് അറിഞ്ഞപ്പോ അത് ഒരു ടെൻഷനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? പിന്നെ ഞാൻ അതല്ല ആദ്യം പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലുതാണിത് എൻ്റെ ക്യാരക്ടർ. അപ്പം എനിക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റും, നന്നാക്കാൻ പറ്റുമോ, ദൈവമേ ഇത് എങ്ങനെയാവും, ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ള ടെൻഷൻ എനിക്ക് ആദ്യം തൊട്ട് സിനിമ കാണുന്നവരുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പം ഹാപ്പിയാണ് ഞാൻ, ഹാപ്പിയാണ്. എന്നാൽ പോലും ഞാൻ അഭിനയിച്ചത് കൊണ്ട് എനിക്കത് കൊള്ളാമൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ആൾക്കാർ പറയാറുണ്ട്, പക്ഷെ എല്ലാം ഞാൻ അങ്ങനെ കേൾക്കുമെങ്കിലും അങ്ങനെ തല വെക്കാറില്ല. ഹാപ്പിയാണ്, സന്തോഷം. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് മനോജ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ വരെ ഇത് ഭയങ്കര സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എല്ലാരും ഇത് ഞെട്ടി കാണുമല്ലോ? പിന്നെ ഉറപ്പായിട്ടും എല്ലാരും അയ്യോ ഇത് മനോജ് ചേട്ടനാണോ എന്നുള്ള രീതിയിലായിരുന്നു ഫുൾ കമന്റ്സും വരുന്നു. പിന്നെ കോൾസ് ആയി. പക്ഷെ ഞാൻ ആദ്യമേ എല്ലാവരോടും പറഞ്ഞത് എനിക്ക് ദുബായിൽ ജോലി കിട്ടി, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. കള്ളത്തനം പറയാനല്ലേ പറ്റുള്ളൂ ആ സമയത്ത്. പക്ഷെ ഇതെനിക്ക് പറയാൻ പറ്റൂല. രാജസ്ഥാനിൽ ജോലി കിട്ടിയെന്ന് പറയുന്നില്ലേ? രാജസ്ഥാനിൽ ജോലി കിട്ടിയാൽ എല്ലാവരും അറിയാലോ മലൈക്കോട്ടെ വാലിബൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്. നിങ്ങളെ പോലത്തെ എല്ലാവർക്കും അറിയാം രാജസ്ഥാനിലാണെന്നുള്ളത്. ഈസി ആയിട്ട് പൊക്കും അവര്. ആണല്ലേ? അത് എനിക്ക് കള്ളം പറയാറില്ല, ഞാനാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ദുബായിലാണ്. പിന്നെ ഞാൻ 2 ഒട്ടകത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ദുബായ് മരുഭൂമിയും ഞാനിങ്ങനെ ഡെസേർട്ട് അല്ലേ, ഡെസേർട്ട് ഉണ്ട്, ഒട്ടകമുണ്ട്. അപ്പൊ നമുക്ക് കൺഫേം ആണ് ദുബായ് ആയിരിക്കും എന്തായാലും. അങ്ങനെ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ് സമയത്ത് നാട്ടുകാരെ പറ്റിച്ചു മനസ്സിലല്ലേ? എനിവേ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. ആരാണ് ആദ്യം വിളിച്ചൊരു കോംപ്ലിമെന്റ് പറഞ്ഞത്? അപ്പൊ ആദ്യം സിനിമ ഇറങ്ങിയതിന് ശേഷം, സിനിമ ഇന്നിപ്പോ കണ്ടതിന് ശേഷം ഇറങ്ങി വന്നപ്പോ അമ്മയാണോ അച്ഛനാണോ ആദ്യം എന്നെ വിളിച്ചത്? ഫ്രണ്ട്സാണ് അത് വിളിച്ചത്. അടിപൊളിയായിട്ടുണ്ട്, നിന്റെ പോർഷൻ അടിപൊളിയായിട്ടുണ്ട്, കിടിലം ഓവറോൾ പടം അടിപൊളിയാണ്. ഓ താങ്ക് യു എന്നുള്ള തന്നെ അത്ര തന്നെ. അങ്ങനെ ഒരു ഇതല്ലേ? എനിവേ ഇതിനകത്തെ ലുക്കും ആ ലുക്കും നല്ല ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ താടി മുടിയും വളർത്താനായിട്ട് പറഞ്ഞു. അപ്പം ഇതിങ്ങനെ വളരുന്ന ഓരോ സമയം ഇങ്ങനെ ഒരു കുട്ടിയെ വളർത്തുന്ന മാതിരി ഒരു സംഭവമൊക്കെ ആയിരുന്നോ? എന്നുവെച്ചാൽ ഞാൻ അധികം അങ്ങനെ മീശ വെക്കാറില്ല. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഫുൾ ക്ലീൻ ഷേവിൽ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് മീശ വെക്കാൻ പറഞ്ഞ് എല്ലാവരും ചോദിക്കാനും തുടങ്ങി, നീ എന്താ മുടിയും മീശയൊക്കെ വെട്ടാൻ നടക്കുന്ന ഒരുമാതിരി ദുബായിക്കാണോ പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാണ്. എന്നെ അങ്ങനെ പുതിയതായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എൻ്റെ ഏരിയയിലായിരുന്നാലും എൻ്റെ ഡാൻസ് ഫീൽഡുള്ള ആൾക്കാരായിരുന്നാലും പുതിയതായിട്ടാണ് കാണുന്നത്. ഇവനെന്താ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഒരു കാടന്മാരെ പോലെ നടക്കണം. എല്ലാവരും ഓർത്ത് കാണും ബ്രേക്കപ്പ് ഒക്കെ ആയിക്കാണെന്ന്. അല്ല സാധാരണ അങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോഴാണല്ലോ ചെക്കന്മാര് താടി മുടി നീട്ടി വളർത്തുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചോ? അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞത്. പിന്നെ അവർക്ക് മനസ്സിലായി, എന്റെ ബർത്ത്ഡേയിലൊന്നും മനസ്സിലായി ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ മീശയും താടിയൊക്കെ വളർത്തിയെന്നുള്ളത്. ഓക്കെ, ലിജോ സാറിന്റെ അടുത്ത് എങ്ങനെ ഭയങ്കര ഇപ്പൊ ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പൊ നിങ്ങളുടെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റും, ഭയങ്കര കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് എന്ന പോലെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ലിജോ സാറ്. അയ്യോ, ഞാൻ ലിജോ സാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്, വളരെ ബഹുമാനത്തോടെ ഇങ്ങനെ ഏറ്റവും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ലാലേട്ടനാണ്.
അത് ശരി. ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നിൽക്കുന്നതും കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നതും ലാലേട്ടനോടാണ്. ഭാഗ്യവാനേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലിജോ ചേട്ടൻ്റെ അടുത്ത് ലിജോ സാറിന്റെ അടുത്ത് അത്രയും എന്താ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കണമെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്രയും കൂടെ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് ടിനിച്ചേട്ടനായിരുന്നു. അതെ അതെ അതെ, ടിനിച്ചേട്ടനും പിന്നെ രതീഷേട്ടനും ടിനിച്ചേട്ടനുമാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലോസ്. എനിക്ക് എന്തും പറയാം. പിന്നെ ടിനിച്ചേട്ടനാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ, എന്നെ കൂടുതൽ വഴക്ക് പറയുന്നത് ടിനിച്ചേട്ടനാണ്. പിന്നെ രതീഷേട്ടൻ വെച്ചാൽ എനിക്ക് സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് വായിച്ചു തരും. രതീഷേട്ടനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്നെ ആ ഒരു ഇതിൽ. പിന്നെ എല്ലാവരുമായിട്ട് പിന്നെ അതിൽ ലിജോ സാറിൻ്റെ അടുത്ത് എനിക്കൊരു പേടിയാണ്. പക്ഷെ അധികം ഞാൻ പോയി സംസാരിക്കില്ല. സാറിങ്ങനെ നോക്കിയാൽ തന്നെ ഞാൻ ഇങ്ങനെ മാറും. അങ്ങനത്തെ ഒരു ഇതാണ്. ശരി, പേടിയുണ്ട് എനിക്ക്, അത്രേ ഉള്ളൂ. അപ്പം ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമേന്റെ ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങിയ സമയം തൊട്ടിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഉറ്റുനോക്കുന്നുണ്ട്. ഇതിന്റെ സംഭവങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഓരോ ഫ്രെയിം എടുത്തു വെച്ചിട്ട് ഹോളിവുഡ് ടൈപ്പ് ഓഫ് മേക്കിംഗ് ക്വാളിറ്റി ആണെന്നൊക്കെ അങ്ങനത്തെ ലെവൽ ഓഫ് കമ്പാരിസൺസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ തിയേറ്ററിൽ നമ്മളിത് പോയിട്ട് കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ സീനോ സംതിങ് ഒരു LJP മാജിക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാജിക് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് സാറ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ പുല്ലിൽ കിടന്നിട്ട് കഥേനെ ഇങ്ങനെ നോക്കുന്നു. കഥ അപ്പുറത്തെ സൈഡിൽ പുല്ലി കിടക്കുന്ന ഒരു സീക്വൻസ് അത് അപ്പ ചെയ്യിച്ചാണ്. ആ സെറ്റില് എന്റെ ദേഹത്ത് ബ്ലഡ് ഉണ്ട്, കഥയുടെ ദേഹത്തും ബ്ലഡ് ഉണ്ട്. അപ്പം അതോടെ നമ്മളെ ചാപ്റ്റർ ക്ലോസ് ആയി. പിന്നെ വേറെ ഒന്നും എടുക്കാനില്ല. പെട്ടെന്ന് സാറ് പറഞ്ഞ് ഇത് മൊത്തം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അത് ക്ലീൻ ചെയ്യാൻ എന്ത് പരിപാടി നോക്കണം. എനിക്ക് ഓക്കെ, പെട്ടെന്ന് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കഥയുടെ വെച്ചാൽ ഫുൾ ബോഡി ഫുള്ളും ബ്ലഡാണ്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ സമയം എടുക്കും. അപ്പോൾ സമയമെടുത്ത് പുതിയ കോസ്റ്റ്യൂം ഇട്ട് നേരെ ആ പുല്ലി പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. പക്ഷെ അത് ഫ്രെയിമിൽ കണ്ട ഇതില് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഈ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ സാധനം ഇല്ല. ഞാൻ വായിച്ചിട്ട് അതിൽ അങ്ങനത്തെ സാധനമേ ഇല്ല. അവിടെ തോന്നി അവിടെ ആഡ് ചെയ്തു. അത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അവിടെ. പെട്ടെന്ന് എൻ്റെ പറഞ്ഞ് അവിടെ പോയി കിടന്നോന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്താണ് സാർ. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇത് തോന്നലുണ്ടായിരുന്നു? അതോ ഒരു സേഫ് പോലെ എടുത്തു വെക്കുന്ന ചുമ്മാ എടുത്തു വെക്കണായിരിക്കും സാറ് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് അവളെ പക്ഷെ അവളെ ഇല്ലല്ലോ, ക്യാമറ ഇല്ല എൻ്റെ ഫ്രണ്ട്. ഞാൻ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതാണ്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ അവളെ നോക്കുന്നത് നമ്മൾ മരിച്ചെന്നുള്ളത് കാണിക്കുകയില്ലേ. അയ്യോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോ ഓരോ സീനൊക്കെ ഇങ്ങനെ വരുമ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് സാറിന്റെ അസോസിയേറ്റ് അങ്ങനെയൊക്കെയാണോ, അതോ സാറ് തന്നെ ഏതെങ്കിലും സീനൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞു തരും? കൂടുതൽ എനിക്ക് പറഞ്ഞു തരുന്നത് രതീഷേട്ടനാണ്. പിന്നെ സാറ് പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വന്നിട്ട് പെട്ടെന്ന് മാറ്റുകയും ചെയ്യും. സാറ് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നോക്കും. നീ ഇങ്ങനെ പറ, പെട്ടെന്ന് അതിങ്ങനെ ചേഞ്ച് ചെയ്യും സാറ്. സാറ് ഫുൾ സിനിമ ഇങ്ങനെ മൈൻഡിൽ കാണാനില്ലേ. നീ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിൽക്കും. നീ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ വർക്കൗട്ട് ആവും. അടിപൊളി. ശരിക്കും ഒരു സ്കൂളില് പഠിച്ചിറങ്ങി ഗ്രാജുവേറ്റ് ആയ ഒരു ഫിലിം ഒരു ഫീലിംഗ് ആയിരിക്കും ഈ ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ ഫൈനൽ പാർട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. എന്താണ് മലൈക്കോട്ടെ വാലിബൻ പാട്ടും. അപ്പം എന്താണ് അതിന് എപ്പോഴാണ് നമുക്ക് കിട്ടുക? അല്ല, ഞാനും അത് സർപ്രൈസ് ആയിട്ടാണ് ഞാനും കണ്ടത് തിയേറ്ററിൽ. അപ്പോഴും നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ലേ ഇതിൽ രണ്ടാം ഭാഗം ഉണ്ടെന്ന്? എനിക്ക് കുറച്ച് ദിവസം മുന്നേ അറിയായിരുന്നു. പക്ഷെ അത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിയാതെ നമ്മൾ വെളിയിൽ പറയാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ ഇനി അടുത്ത് എന്ത് നടക്കും എന്നുള്ളതാണ്. വെച്ചാൽ അടുത്ത രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് അതിൽ കാണിക്കില്ല, അതിൽ നിർത്തുകയില്ലേ. അപ്പൊ അടുത്ത സെക്കൻഡ് പാർട്ടിന് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ നമ്മളെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ് അവിടെയും. അതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഒന്നുമില്ല. എന്തായാലും ഇതിന്റെ സക്സസ് ക്ഷീണം നിന്ന് മാറട്ടെ, എന്നിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരാതെ. അടിപൊളി. അപ്പൊ ഇനിയിപ്പോ ഫർദർ പ്രോജക്ട്സ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ മനോജ്? ഇല്ല, ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഒന്നുമില്ല. ഇനിയിപ്പോ വരുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം തന്നെയായിരിക്കും. ഒരുപാട് റോൾസിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റും. അപ്പം വീണ്ടും കാണുന്നത് വരേക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.